സത്യം പറഞ്ഞാൽ ഇടറുന്ന തൊണ്ടയോടും പശ്ചാത്താപ നിർഭരമായ ഹൃദയത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എന്ത് പറ്റി രമണ? പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ദുഃഖമുണ്ട്, വളരെ പശ്ചാത്താപമുണ്ട് എന്ന് പറയാൻ കൂടുതൽ ശരി. നമ്മുടെ CPM നേതാവ്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, DYFIയുടെയും SFIയുടെയും ഒക്കെ മുൻ സെക്രട്ടറി നമ്മളെയാണല്ലോ മച്ചമ്പി സഖാവ് M സ്വരാജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. എന്തോ ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ. ഈ സ്വരാജ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ വെച്ച് നടത്തിയ ഒരു സിമ്പോസിയത്തിലാണ് അദ്ദേഹമായിട്ട് ഞാൻ ആദ്യം മുട്ടുന്നത്. അത് സാമാന്യം തരക്കേട്ടില്ലാത്തൊരു മുട്ടലായിരുന്നു. എന്താ വെച്ചാൽ കാര്യം പറ. പിന്നീട് പലപ്പോഴും TV ചർച്ചയിലാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. അതെങ്ങനെയാ? ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ? ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ അത്ര സഭ്യമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തി. നിനക്ക് ഇനി മതിയായിട്ടില്ലല്ലേ? അതായത് കുരങ്ങൻ പരിണമിച്ച് മനുഷ്യനായതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ പരിണമിച്ച് കുരങ്ങനായ ആദ്യത്തെ ഉദാഹരണമാണ് സ്വരാജ് എന്നിവർ പറഞ്ഞു. ഇപ്പൊ അവന് ശരിക്കും മനസ്സിലായി. എനിക്ക് അത്ര വലിയ മതിപ്പോ ബഹുമാനമോ അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക വിശകലന പാടവത്തോട് ആദരവോ ബഹുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. പക്ഷേ എൻ്റെ അഭിപ്രായം മൊത്തം മാറിയിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം പാടെ മാറിയിരിക്കുകയെന്ന് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി മാറിയിരിക്കും. കൂടുതൽ ഇളക്കല്ലേ. കാരണം എന്താണെന്ന് നിങ്ങൾ മിക്കവരും അറിഞ്ഞു കാണും. കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് മിസൈലുകൾ അയച്ചു, വ്യോമസേന ബോംബ് വർഷിച്ചു. എന്നിട്ട് 9 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. ഈ രാജ്യത്തുള്ള സകല ആളുകളെ കോരിത്തരിച്ചു. കോരിത്തരിക്കാത്തവർ പോലും തരിപ്പ് അനുഭവിക്കാത്തവർ അഭിനയിച്ചു. അവരുടെ ഹൃദയം പാകിസ്ഥാന് വേണ്ടിയാണ് തുടിക്കുന്നത്, യാതൊരു സംശയമില്ല. സഖാവ് സ്വരാജിന്റെ ആ വമ്പിച്ച അഭിപ്രായം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചിരിക്കടയിലും കരഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ അത് വലിയ ഹൃദയവേദനയോടുകൂടി അല്ലാതെ ആർക്കും വായിച്ചു തീർക്കാൻ പറ്റില്ല. നമ്മൾ കയ്യിലൊരു കൈലാസം എടുത്ത് പിടിച്ചിട്ട് വേണം ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന വായിക്കാൻ. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം തുടർന്നത് വലിയ മാരകമായൊരു സംഗതിയാണ്. ഇവിടെ നിന്ന് യുദ്ധം എന്ന് ആക്രോശിക്കുന്നവൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് മിസൈൽ വന്ന് വീഴുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഓരോ യുദ്ധത്തിലും മനുഷ്യരാണ് മരിക്കുന്നത്, കന്നുകാലികളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞാൽ എത്ര ശരിയാണ് ഇല്ലേ? ഓരോ യുദ്ധത്തിൽ എത്ര ആളുകളെ മരിക്കുന്നത്. അങ്ങനെ ഉള്ള യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? MA ബേബി പറഞ്ഞതും പിണറായി വിജയൻ പറഞ്ഞതും ബിനോയ് വിശ്വം പറഞ്ഞതും ഒക്കെ ആ രീതിയിലല്ല. അദ്ദേഹം പറയുന്നത് യുദ്ധമേ വേണ്ട. രാജ്യദ്രോഹത്തിന് കൂട്ടു നിൽക്കുന്നോടാ റാസ്കൽ. സത്യം പറഞ്ഞാൽ ഇത്ര വലിയ യുദ്ധവിരുദ്ധ നിലപാട് ബർട്ടൺ റസലിന് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ചും ചൈനയുടെ ഉറ്റ സുഹൃത്താണ് പാകിസ്ഥാൻ. അപ്പോൾ നമ്മുടെ ചങ്കില ചൈനയുടെ പിന്തുണയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവരെ നോവിച്ചാൽ സഖാവ് സ്വരാജിൻ്റെ ഹൃദയം വേദനിക്കും. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? ബേബി സഖാവിന് ഈ അഭിപ്രായമുണ്ട്. പക്ഷേ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ നിന്നുകൊണ്ട് ഇത് പറഞ്ഞാൽ പറ്റും. ഇവിടെയുള്ള CPM-കാരെ മുഴുവനും തൂത്തുപറക്കി NIA-കാർ കൊണ്ടുപോകും. അപ്പൊ ഇത് കേസാവോ? സ്വരാജിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ധൈര്യമായിട്ട് പറയാം. പുള്ളി സ്വതന്ത്ര ബുദ്ധിജീവിയാണ്, ധൈര്യസമേതം എന്ത് പറയാം. കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? ഇതുപോലെ തന്നെ പുള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മധുര മനോഹരമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 7-ാം തീയതി ഹമാസുകാരുടെ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, അതായത് ഇസ്രായേലിൻ്റെ അതിർത്തി ലംഘിച്ച് അവിടെ കാണുന്ന ആൾക്കാർ വെടിവെച്ച് കൊല്ലുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും, കുട്ടികളെ കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്ത് കുറേ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അത് വളരെ മനുഷ്യത്വപരമായൊരു നടപടിയാണ് എന്ന് ഒരു പ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ച ആളാണ് പുള്ളി. ഒരു കയ്യബദ്ധം. ആ പ്രബന്ധം സത്യം പറഞ്ഞാൽ
അത് വല്ല കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിലോ സബ്മിറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഡോക്ടറേറ്റ് കിട്ടും. പിന്നെ പുള്ളിക്ക് ഡോക്ടറേറ്റിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാത്തത്. ഒന്ന് നിർത്ത്. അപ്പോൾ അങ്ങനെ ലേഖനം എഴുതിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള നവങ്ങളായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് സഖാക്കളെ പ്രബുദ്ധരാക്കാനും അതുവഴിക്ക് ഇവരെ മനുഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആലോചിക്കരുത്. പക്ഷേ ബൈക്ക് ഓടിച്ചൊരു മനുഷ്യൻ പോകുന്നു, അയാളെ ഇന്നോവ കൊണ്ട് ഇടിച്ചു വീഴ്ത്തുന്നു, എന്നിട്ട് 51 വെട്ടി കൊല്ലുന്നു. ആ ആളുകൾ, അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ മാനവികതയെക്കുറിച്ച് പറയുന്നു. അതിനിവിടെ പ്രസക്തിയില്ല. സ്വരാജിൻ്റെ ഈ നല്ല വാക്കുകൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ സ്വരാജ് ഒരു യഥാർത്ഥ ജ്ഞാനിയാണ്. പക്ഷെ സ്വരാജിനെ പോലുള്ള ജ്ഞാനികൾ ഇതുപോലുള്ള സത്യങ്ങൾ, നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാണ്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. മനുഷ്യത്വത്തിൻ്റെ ഉരകല്ലിലാണ് അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ ഉരച്ചു നോക്കുന്നത്. അതുകൊണ്ട് സ്വരാജിനോട് എനിക്ക് പണ്ടുണ്ടായിരുന്ന ആ പുച്ഛവും പരിഹാസവും ഒക്കെ കുറഞ്ഞു എന്നല്ല, ഇല്ലാണ്ടായി എന്ന് മാത്രമല്ല, ഭയങ്കരമായ ബഹുമാനം. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് അതിഭയങ്കരമായ ബഹുമാനം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായിരിക്കുകയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സഖാവ് ക്ഷമിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിനോടുള്ള എൻ്റെ ശക്തമായ പിന്തുണ സ്വീകരിക്കും എന്ന് വിചാരിക്കും. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ാണ് സ്വരാജിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ളത്. ഏതായാലും സ്വരാജിനെ പാകിസ്ഥാൻ്റെ അംബാസഡറായിട്ട് അധികം വൈകാതെ നിയമിക്കും. മിക്കവാറും ജമാഅത്ത് ഇസ്ലാമിക്കാർ തന്നെ പുള്ളിക്ക് കലീമ ചൊല്ലി കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും സഖാവിന് വിപ്ലവാഭിവാദ്യങ്ങൾ. കൊന്നിട്ടോണം.